ഹലോ. അപ്പോൾ ഇന്നൊരു വെറൈറ്റി അച്ചാറായിട്ടാട്ടോ ഞാൻ വന്നത്. നമ്മുടെ സോയ ചങ്ക്സ് അല്ലേ, അതും ഡേറ്റ്സും കൂടി വെച്ചിട്ടുള്ള അച്ചാറാട്ടോ. അപ്പം ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം സോയ ചങ്ക്സ് ഒന്ന് തിളപ്പിച്ചെടുത്തു കേട്ടോ. നല്ലല്ലേ സോഫ്റ്റ് ആവുമല്ലോ. എന്നിട്ട് ഒരു 5 മിനിറ്റ് അടച്ച് വെച്ചു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, അതിൻ്റെ വെള്ളം കൂറ്റി അത് ഞാൻ കുറച്ചൊരു വിനാഗിരി ഒഴിച്ചിട്ട് അതിനൊന്ന് ഫുൾ മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് വെച്ചു. എന്നിട്ട് ഞാൻ വീണ്ടും എന്ത് ചെയ്തു, ആ വെള്ളം ഇതെല്ലാം കൂടി പിഴിഞ്ഞെടുത്തു. ഫുൾ വെള്ളം പോകുന്ന രീതിയിൽ പിഴിഞ്ഞെടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി. എന്നിട്ട് നമ്മൾ ആ സോയയിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടിയും എരിവില്ലാത്തതാട്ടോ ഇട്ടത്, അതും പിന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് നല്ലോണം പുരട്ടി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഫ്രൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീപ്പ് ഫ്രൈ ഒന്നുമില്ല, ഷാലോ ഫ്രൈ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ടൊരു 5 മിനിറ്റ് 10 മിനിറ്റൊക്കെ നമ്മൾ ഒന്ന് അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ, ഒന്നത് മസാല അത് പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനൊരു 10 മിനിറ്റ് വെച്ചു. പിന്നെ എടുത്തിട്ട് ഞാൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി പോവാം. അതിന് വേണ്ടി ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കേട്ടോ. കുറേ ഒന്നുമില്ല, ജസ്റ്റ് നമുക്ക് ഇത് ചെറിയ സോയാണ് ഞാൻ മേടിച്ചത്, ഏറ്റവും ചെറിയ സോയ മേടിച്ചത്. അപ്പം പെട്ടെന്ന് നമുക്ക് ഫ്രൈ ആയി കിട്ടും. പക്ഷേ എനിക്കൊരു അബദ്ധം പറ്റിയെന്ന് വെച്ചാൽ ഞാനിവിടെ കുറേ ഇട്ടുപോയി. കാരണം ഇത്രയും ഇട്ടാൽ മതിയായിരുന്നു. ഇത്രയും ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഓൾമോസ്റ്റ് പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടുമായിരുന്നു. കാരണം ഞാനിപ്പോൾ 2 ട്രിപ്പ് വെക്കേണ്ടതെന്ന് എഴുതിയിട്ട് കുറച്ചും കൂടി അധികം ഇട്ടു. എന്നിട്ട് അപ്പോൾ അതുകൊണ്ട് ഇത്തിരി കൂടി സമയം എടുത്തു. എന്താണ് ഈ 2 പ്രാവശ്യം ചെയ്യുന്നതിന് വരെ ഞാൻ ഒറ്റ ട്രിപ്പിൽ വറുത്തെടുത്തു, അത്രയേ ഉള്ളൂ. അപ്പോൾ അത് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി അതിന് ഫ്രൈ ചെയ്തെടുത്തു കേട്ടോ. ഭയങ്കര ഡീപ്പ് ഫ്രൈ ഒന്നും വേണ്ട, അത്യാവശ്യം ഒന്ന് മുരിഞ്ഞ് കിട്ടിയാൽ മതി. കണ്ടില്ലേ ഇപ്പം കുറേ സംഭവങ്ങളൊക്കെ ഇങ്ങനെ മുരിഞ്ഞ് കാണുന്നില്ലേ. ഇതിൻ്റെ ആവശ്യമുള്ളൂ നമുക്ക്. കാരണം എന്താണെങ്കിൽ നമ്മൾ കുക്ക് ചെയ്യാൻ പോവാണല്ലോ അച്ചാറിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം ഇത് ഓൾമോസ്റ്റ് ഇങ്ങനെ സെറ്റായിട്ടുണ്ട്. അപ്പം ഇതിനിപ്പം ഇത് അല്ലാണ്ട് നമുക്ക് ഇനി വേണ്ടൊരു സംഭവമാണ് ഡേറ്റ്സ്. അപ്പോൾ ഡേറ്റ്സ് ഞാനൊരു 6-7 ഡേറ്റ്സ് എടുത്തിട്ട് ഇങ്ങനെ മിക്സിയിൽ കുരുവെല്ലാം കളഞ്ഞ് മിക്സിയിലിട്ട് അടിച്ചെടുത്തു. ഞാൻ അടിച്ചെടുത്തത് വീഡിയോ എടുത്തില്ല കേട്ടോ, ആദ്യം പറയുകയാണെങ്കിൽ. ഓക്കെ, എന്നിട്ട് നമ്മളൊരു പാൻ എടുത്തു. എന്നിട്ട് അതിൽ കടുക് പൊട്ടിച്ചു, ഉലുവ പൊട്ടിച്ചു. എന്നിട്ട് അതിൽ കുറേ വെളുത്തുള്ളി അത്യാവശ്യം നല്ലോണം ഇട്ടുണ്ട്. ഒരു 10-20 അല്ലി വെളുത്തുള്ളി ഇട്ടുണ്ട്. എന്നിട്ട് അതെല്ലാം കൂടി ഒന്ന് ഇളക്കി എന്ന് വെച്ചാൽ ഒന്ന് സോട്ട് ചെയ്യുക. വെളുത്തുള്ളിൻ്റെ കളറൊക്കെ ഒന്ന് മാറിയിട്ടൊരു ലൈറ്റ് ബ്രൗൺ കളർ വരെയൊക്കെ ആവുന്നവരെ ഒന്ന് സോട്ട് ചെയ്തെടുത്തു. ഇപ്പോൾ പാരലി ഞാൻ നമ്മുടെ ഇതില്ലേ ഡേറ്റ്സ് നല്ലോണം ഇങ്ങനെ ഇറക്കി കേട്ടോ പോയിട്ട്. അപ്പോൾ അത്യാവശ്യം ആദ്യം ഞാൻ ഒന്ന് അരച്ചെടുത്തു. അപ്പോൾ ഭയങ്കര തിക്കായിട്ടാണ് വന്നത്. അപ്പോൾ ഞാൻ ഒന്നും കൂടി ഇത്തിരി വെള്ളം ഇട്ടിട്ടാണ് അരച്ചത് ഡേറ്റ്സ്. കുറച്ച് വെള്ളം ചേർത്തിട്ട് കേട്ടോ, ഭയങ്കര വെള്ളം പോലൊന്നുമല്ല. എന്നിട്ട് നമ്മളിത് ഇതിപ്പോൾ ഈ വെളുത്തുള്ളി അത്യാവശ്യം ഒന്ന് റെഡ് കളറായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ മസാല ഇടും. മസാല എന്ന് വെച്ചാൽ ഞാൻ പൊതുവേ അച്ചാർ പൊടി ഒന്നും ഉപയോഗിക്കാറില്ല. അപ്പം ഞാൻ മുളക് പൊടിയും നമ്മൾ വീട്ടിൽ തന്നെ പൊടിക്കുന്ന മിക്കവാറും. അപ്പം മുളക് പൊടിയും മല്ലിപ്പൊടിയല്ല മഞ്ഞൾപ്പൊടിയും ആണ് ഇടാറ്. അപ്പം മുളക് പൊടി 2 എണ്ണം ഉണ്ട് കേട്ടോ. കാശ്മീരി ചില്ലിയും ഉണ്ട്, മറ്റേതും ഇടും. അപ്പം ഒരു 1/2 ടേബിൾ സ്പൂൺ സാധാരണ മുളക് പൊടി ഇട്ടു, എരിവുള്ളതും. പിന്നെ ഒരു 2-2.5 ടേബിൾ സ്പൂൺ നമ്മളെ എരിവില്ലാത്ത കാശ്മീരി ചില്ലി ഇട്ടു. പിന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു. പിന്നെ കുറച്ച് കായം പൊടിച്ചത് അതും ഇട്ടു. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി നമ്മളെ ഈ പച്ചമണം ഒന്ന് മാറണം കേട്ടോ, ഈ മുളക് പൊടീൻ്റെത്, അല്ലെങ്കിൽ പച്ച കുത്തും വല്ലാണ്ട്. ഓക്കെ, അപ്പോൾ അതിനെല്ലാം കൂടി ഒന്ന് ഇളക്കിയെടുത്തു. ഇനിയാണ് നമുക്കിതിലേക്ക്, ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഈ ഡേറ്റ്സ് അരച്ച് വെച്ചു എന്ന്, ഈ ഡേറ്റ്സ് അരച്ച് വെച്ചത് ഞാൻ ഫുള്ള് ഇതിലേക്ക് ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് ആ പാത്രം ഒന്ന് കഴുകി പറന്നു. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കേട്ടോ. അധികം വെള്ളമൊന്നും ഒഴിക്കുന്നില്ല, ചെറുതായിട്ട്. എന്നിട്ട് നമ്മൾ നല്ലോണം ഒന്ന് ഇളക്കി പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കേട്ടോ. എന്നിട്ട് എന്താ വെച്ചാൽ, കാരണം അത്യാവശ്യം സോയ ഉണ്ടല്ലോ, ഒന്ന് മിക്സ് ആവാൻ പാകത്തിനുള്ള വെള്ളം വേണം. അപ്പോൾ ഈ ഡേറ്റ്സ് ഒഴിക്കുമ്പോൾ തന്നെ ഇത് ഇങ്ങനെ ഇങ്ങനെ വരും, ഇത്തിരി ഒന്ന് തിക്കായിട്ട് വരും. പിന്നെ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഇനി സോയ ഇടണം, ഇത്രയേ ഉള്ളൂ നമുക്ക് ശരിക്കും പണി. ഇനിയിപ്പോൾ ഞാനിപ്പോൾ ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്ന വെച്ചാൽ ഇടയ്ക്ക് ഞാൻ ടേസ്റ്റ് നോക്കിയായിരുന്നു, അപ്പോഴും ഈ പച്ച കുത്തുന്നുണ്ട്. പിന്നെ പ്രത്യേകിച്ച് നമ്മൾ ഈ സോയ ആദ്യമേ
മുളക് പൊടിയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതും പച്ചമുളക് പൊടിയാണല്ലോ തേച്ച് വെച്ചത്. അപ്പോൾ അതിൻ്റെ ഒരു പച്ച കുത്തും. അപ്പോൾ ഞാൻ എന്താണെങ്കിലും ഈ ഉള്ള മുളക് പൊടി നല്ലോണം ഒന്ന് സോട്ട് ചെയ്ത് മറ്റേ ഡേറ്റ്സും ഉണ്ടല്ലോ, അപ്പോൾ എല്ലാം കൂടി ഒന്ന് മിക്സ് ആവണം ശരിക്കും പറഞ്ഞാൽ. നമുക്കത് ടേസ്റ്റ് നോക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് ഫീൽ ചെയ്യും. മറ്റേ രണ്ടിൻ്റെയും കൂടി മുളക് പൊടിയും പിന്നെ ഇതിൻ്റെ എല്ലാം കൂടി ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ആ ഒരു ചൈൽഡ് ചെറുതായിട്ടൊന്ന് മുളക് പൊടി ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നത്, ആ പച്ച കുത്തുന്നത് ഫുള്ള് പോകാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഈ വറുത്ത സോയ അതിലേക്ക് ഇട്ടിട്ട് ഇളക്കി. ഇനി വലിയ പണിയൊന്നുമില്ല, കഴിഞ്ഞു. ഇത് ഇളക്കി 2 മിനിറ്റ് വരെ ഇളക്കി ഇങ്ങനെ വെച്ചു. ഇത്രയേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ കേട്ടോ. കുറച്ച് കാരണം ഓൾറെഡി ഇത് ഫ്രൈഡ് സാധനമാണല്ലോ ഈ സോയ. അപ്പോൾ നമുക്കിനി ഒരുപാടൊന്നുമില്ല. പിന്നെ ആ സോയേൻ്റെ മുളക് പൊടി ഉണ്ടല്ലോ അതിൻ്റെ അകത്ത് നമ്മൾ ആദ്യമേ പുരട്ടി വെച്ച് അതൊന്ന് മിക്സ് ആവണമെന്നേ ഉള്ളൂ. അപ്പോൾ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇളക്കി കഴിഞ്ഞു. എന്നിട്ട് ഞാൻ അവസാനം ഞാൻ എന്ത് ചെയ്തു, നമ്മളെ വിനാഗിരിയും കൂടി ഒഴിച്ചു കേട്ടോ. അപ്പോൾ ആണെങ്കിൽ പിന്നെ കേട് വരാണ്ട് നിന്നോളും എത്ര വേണമെങ്കിലും. എന്നിട്ട് നമ്മളത് വേറൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്ത് നമുക്ക് കുപ്പിയിൽ എടുത്ത് വയ്ക്കാം. ഇപ്പോൾ ചൂടോട് കൂടിയാണ്, ഇത് കുപ്പിയിലേക്കൊന്നും ഉണ്ടായില്ല. അപ്പോൾ തന്നെ തിന്ന് തീർന്നു സത്യം പറയുകയാണെങ്കിൽ. നല്ലൊരു സാധനം കേട്ടോ. ഞാനിപ്പോൾ റീസെൻ്റ്ലി ഉണ്ടാക്കിയൊരു സംഭവത്തിൽ എന്ന് വെച്ചാൽ കുറച്ച് കാലം മുന്നേ ഞാൻ ആദ്യമായിട്ട് ഇത് കഴിക്കുന്നത്. നല്ല ടേസ്റ്റുള്ള സാധനം. അപ്പോൾ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.